പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തി. സഞ്ചാരികളുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച. വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകളാണ് ഉപയോഗിച്ചത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന 2 ബസ്സുകൾക്ക് സാധുവായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തു. സർവീസിനായി ഉപയോഗിച്ചിരുന്ന 37 സീറ്റുകളുള്ള 3 ബസ്സുകളും 27 സീറ്റുകളുള്ള 2 ബസ്സുകളും ഉൾപ്പെടെ 5 ബസ്സുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നുവെന്നാണ് വിവരം. 3 ബസ്സുകൾ സ്ഥലത്ത് നിന്ന് മാറ്റിയതായും സംശയമുണ്ട്. പാലരുവി വെള്ളച്ചാട്ടം നിലവിൽ വനംവകുപ്പിന്റെ തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. പാലരുവി ജംഗ്ഷനിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതിനാൽ അധികൃതർ ഒരുക്കുന്ന ബസ് സർവീസുകളെയാണ് സഞ്ചാരികൾ ആശ്രയിക്കുന്നത്. തിരക്കേറിയ സീസണുകളിൽ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്തും സർവീസ് നടത്താറുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര ആശങ്കയും ഉയർത്തുന്നു. കൊക്കകളും കുത്തനെയുള്ള വളവുകളും നിറഞ്ഞ വനപാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ചെറിയ അപകടം പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന പാതയാണിത്. ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. എന്നാൽ ഇവയെല്ലാം അട്ടിമറിക്കപ്പെട്ടാണ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും വരുമാനമായി ലഭിക്കുന്നത്. സഞ്ചാരികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് യഥാസമയം പുതുക്കുന്നതിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണെന്ന ചോദ്യവും ഉയരുന്നു. ഓഫ് സീസണിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും രേഖകളുടെ പുതുക്കലും പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിക്കാറുണ്ടെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ലെന്ന വിമർശനവും ശക്തമാണ്. ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് സർവീസ് തടസ്സപ്പെടാതിരിക്കാൻ നിലവിൽ ഒരു ട്രാവലറും വാടകയ്ക്കെടുത്ത 3 KSRTC ബസ്സുകളും ഉപയോഗിച്ചാണ് സർവീസ് തുടരുന്നത്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.